ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് 149 വർഷങ്ങൾക്ക് മുൻപ് 1868 കൈനഗിരിക്കാർക്ക് വേണ്ടി നൽകിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാന മൊഴികൾ അത് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇന്നും സ്വാധീനിക്കുകയാണ്. ആ നല്ലയപ്പൻ്റെ ചാവരുളിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കുടുംബജീവിതവും സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആഘോഷങ്ങൾ നമ്മുടെ ഒരു പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏത് മതധാരയിലുള്ളവരും പൊതുസമൂഹത്തിലുള്ളവരുമെല്ലാം ഒരുമിച്ച് കൂടി ആഘോഷങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ചാവറപ്പിതാവ് പറയുന്നു, ഒരു ക്രൈസ്തവ കുടുംബം അവർ നടത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അത് മിതമായ രീതിയിൽ, ലളിതമായ രീതിയിൽ നടത്തണം. അനാവശ്യമായി ആഡംബരം കാണിക്കാൻ വേണ്ടി ആഘോഷം നടത്തി ദരിദ്രനാകരുത്, കടം മേടിച്ച് വിരുന്ന് നടത്തി നീ ദരിദ്രനാകരുതെന്നുള്ള ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാവറപ്പിതാവ് ക്രൈസ്തവ കുടുംബങ്ങളെ ഉപദേശിക്കുന്ന ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. മനസ്സിൻ്റെ താഴ്മയെക്കുറിച്ച് ചാവറപ്പിതാവ് പറയുന്ന ഒരു ഭാഗത്ത് 6ാമത്തെ ഉപദേശമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഓരോരോ അടിയന്തരങ്ങൾ കഴിക്കുന്നതിൽ സ്വന്തം സ്വത്തിനും പ്രാപ്തിക്കും തക്കവണ്ണം പതിവുള്ളതിൽ അധികം ആഘോഷവും ചെലവും ചെയ്യേണ്ട. അതെന്തെന്നാൽ എല്ലായ്പ്പോഴും അതിൻവണ്ണം ചെയ്യാൻ കഴിവുണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. എന്നാൽ തൽക്ഷണം കൊണ്ട് ആളിപ്പോകുന്നതും ഒരു വലിയ വെട്ടത്തെ കാണിച്ച് ഉടൻ കെട്ടുപോകുന്നതുമായ വൈക്കോൽ തുരുവിൽ തീയിനേക്കാൾ എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുവിൻ്റെ തീയേക്കാൾ നിലനിൽക്കുന്നതായ വെട്ടം കാട്ടുന്ന ഒരു ചെറിയ വിളക്ക് ഏറ്റവും നല്ലതാകുന്നു. ഒരു ഉദാഹരണം, ചാവറപ്പിതാവിൻ്റെ എല്ലാ ഉപദേശങ്ങളോടും ചേർന്ന ഒരു ചെറിയ കഥയും അദ്ദേഹത്തിൻ്റെ വായനയുടെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. ഒരു ദിവസം ഡെമോക്രീറ്റസ് എന്ന കീർത്തി കേട്ട ശാസ്ത്രിയോട് മനുഷ്യരിൽ ഏറ്റവും മുഖ്യനായുള്ളവൻ ആരെന്ന് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതായത് ഏറ്റവും കുറഞ്ഞ ഭാവം കാണിക്കുന്ന മനുഷ്യനത്രേ. ഒരു ധനികൻ ആർഭാടമായ വിരുന്നുകൾ, കല്യാണങ്ങൾ മുതലായ ആഘോഷങ്ങൾ നടത്തിയതിനാൽ ദാരിദ്ര്യസ്ഥിതിയിലായി ദുഃഖിച്ചിരിക്കയിൽ ഒരു ശാസ്ത്രി അവനെ കണ്ട് പറഞ്ഞതായത്, സഹോദര, നീ പകൽ വിളക്ക് കത്തിക്കാതിരുന്നുവെങ്കിൽ രാവിൽ കത്തിക്കാമായിരുന്നു. നമുക്കാർക്കും അറിയത്തില്ലാത്ത കാര്യങ്ങളോ അനുഭവമില്ലാത്ത കാര്യങ്ങളോ അല്ല. ചാവറപ്പിതാവിൻ്റെ ഈ ചാവരുൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ശാലോം ടി വിയിലൂടെ ഈ ചർച്ചയിൽ ശ്രോതാക്കളാകുന്നവരും ഇപ്പോൾ വായിച്ചു കേട്ട ഈ കഥയുടെ കഥാപാത്രങ്ങളിൽ ആരെങ്കിലുമൊക്കെയായി സ്വന്തം ജീവിതത്തിൽ ഇത്തരമുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിൽ ആഡംബരങ്ങളും ആർഭാടങ്ങളും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മളെ അത് വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത്? ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണം കൂടുതൽ സുരക്ഷിതമായി പൊതു നന്മയ്ക്ക് വേണ്ടി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ഈ ഒരു ചാവരുളിൽ ചാവറേശൻ പറയുന്ന ദർശനത്തെ പറ്റി? ഇന്ന് ഇത് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നുണ്ടോ? വളരെ പ്രസക്തമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ജനങ്ങളെല്ലാം അപ്പോൾ കാണുന്ന ആഡംബരത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് അച്ഛൻ്റെ ഈ വാക്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് തോന്നുന്നു. പേരെന്ന് പറഞ്ഞോളൂ ചേട്ടൻ്റെ. എൻ്റെ പേര് മാത്യു. എവിടുന്നാണ്? ചെമ്പനോട. ചെമ്പനോടയിൽ നിന്നാണ്. ഓക്കെ. എന്ത് പറയുന്നു? ഈ കാലഘട്ടത്തിൽ പൊതുജനങ്ങൾ സമൂഹം മുഴുവനായി ഒരാൾ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഡംബരപരമായ രീതിയിൽ എനിക്ക് കാണിക്കണം എന്ന ഒരു രീതിയിലേക്ക് ഉള്ള കാഴ്ചപ്പാടിലേക്ക് ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെയാണ് സഭ കുറേ കൂടെ ഉണർന്ന് ചിന്തിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ കഴിഞ്ഞയാഴ്ച അവസാനിച്ച സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സിനഡ്
ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുതന്നെയായിരുന്നു. പത്രത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ ചാവറപ്പിതാവ് 150ഓളം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഇന്നും നമ്മുടെ സഭാ സമൂഹത്തിൽ ഏറെ പ്രസക്തമാണ്. അപ്പോൾ അത് നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബം, നമ്മളുടെ ആഘോഷങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ മാമോദീസ, കല്യാണം, ആദ്യ കുർബാന, പിന്നെ മറ്റെന്തൊക്കെയാണ് നമ്മുടെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വരിക? മരിച്ചടക്കുകൾ, 41, 7, ഇങ്ങനെയുള്ള നിരവധി അവസരങ്ങൾ നമ്മളത് ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പകിട്ട് മറ്റുള്ളവരെ കാണിക്കാനോ കുടുംബ മഹിമ പ്രകടിപ്പിക്കാനോ ഉള്ള ഒരവസരം കൂടി ആക്കി മാറ്റുകയാണ്. സ്വാഭാവികമായിട്ട് നടക്കുന്ന രീതിയിലല്ല, അനാവശ്യമായ ചെലവുകൾ നടത്തി എനിക്കിതിനുള്ള ആസ്തിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനപരത നമ്മുടെ പല ആഘോഷങ്ങളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രകടനപരത. അപ്പോൾ അത് നമ്മളുടെ ആഘോഷങ്ങളുടെയും ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുടെയും ചൈതന്യം നശിപ്പിച്ച് കളയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചേട്ടൻ എന്ത് പറയുന്നു? തീർച്ചയായും ചൈതന്യം വളരെ നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ അവൻ വെറും ഒരു മോശക്കാരനായി തീരുകയാണ് ജനങ്ങളുടെ ഇടയിൽ. അവൻ പിശുക്കനാണ്, അവൻ ചിലവ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള മറ്റൊരു ചർച്ചകളാണ് ജനം പറയുക, നാട്ടുകാർ. അതേസമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണമായിട്ടൊക്കെയാണെങ്കിൽ ചിലവ് ചെയ്യാൻ അവിടെ നിർബന്ധിതനായി തീരുകയാണ്. ഈ ആഘോഷങ്ങളിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം നമ്മൾ സ്വാഭാവികമായും ചെലവഴിക്കുക? ആഘോഷങ്ങളിൽ വിവാഹത്തിനാണ് ഏറ്റവും കൂടുതൽ. അത് നാട്ടുകാരെല്ലാം വിളിച്ച് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്ത് സന്തോഷമാക്കി വിടുകയാണ്. പക്ഷേ എങ്കിൽ തന്നെയും അവൻ്റെ കീശ കാലിയാകുന്നത് നാട്ടുകാരെ വിളിക്കുമ്പോൾ അറിയുന്നില്ല എന്നുള്ള സത്യം. ഏത് അവസരത്തിലാണ് നമ്മൾ കൂടുതൽ പണം, ഇപ്പോൾ ഏതെങ്കിലും ആഘോഷത്തോടനുബന്ധിച്ച് എന്ത് കാര്യത്തിന് വേണ്ടി ആയിരിക്കാം നമ്മൾ കൂടുതൽ പണം ചെലവഴിക്കുക? മദ്യപാനം പ്രധാനമായിട്ട് സമ്പത്ത് നശിപ്പിക്കുന്നു. വിവാഹം, മാമോദീസ, ആദിർബാന അങ്ങനെ തുടങ്ങിയ ചടങ്ങുകളിൽ, അതുപോലെ മരിച്ചടക്ക്, ഇതിൻ്റെ ഭാഗമായിട്ട് മദ്യപാനം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ മദ്യപാനമാണ് സമ്പത്ത് നശിപ്പിക്കുന്ന പ്രധാന കണ്ണി. ഈ ചെലവുകൾ, ഈ ആദിർബാന അല്ലെങ്കിൽ വിവാഹം, ഈ അവസരത്തിലുള്ള തലേ ദിവസത്തെ ജനങ്ങളുടെ, നമ്മുടെ അയൽവക്കമാണെങ്കിലും നമ്മുടെ ഇടവകളിൽ നിന്നാണെങ്കിലും നമ്മുടെ വിവാഹ ആഘോഷങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വിളിക്കണം. അതിൽ ചിലവ് കുറയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ അയൽവക്കത്തെ തൊട്ടടുത്തുള്ളവരെ വിളിക്കുക. പക്ഷേ കൂടുതലായിട്ട് ഉള്ള വിളികൾ ഒഴിവാക്കുക. കൂടുതലായിട്ട് സഹായത്തിന് വരുന്ന സമയത്ത് വരുന്നത് ഈ മദ്യപാനം, അതുപോലെ ചീട്ടുകളി, അങ്ങനെയുള്ള ആൾക്കാർ ഒരു പറ്റം ഇതിനായിട്ട് വന്ന് കൂടിക്കൊണ്ടിരിക്കും. അപ്പം തലേ ദിവസത്തെ ചിലവാണ് വിവാഹത്തിൻ്റെ അന്നത്തെ ചിലവിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതാണ് ആഡംബരം, വസ്ത്രമായാലും അലങ്കാരമായാലും. വിവാഹത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില കല്യാണ മണ്ഡപങ്ങളും അതുപോലെ മാമോദീസായ്ക്കൊക്കെ അലങ്കരിക്കുന്നത് വളരെ സാമ്പത്തിക. ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആചാരങ്ങളോട് ബന്ധപ്പെട്ട് ഒരു ശരിയായ രീതിയിലല്ലാത്ത ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ഏത് അനുഷ്ഠാനമാണോ നമ്മൾ ചെയ്യുന്നത് അതിന് നേർ വിപരീതമായ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ പരിസരത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബിജു, മറീന, യുവദമ്പതികളാണ് നിങ്ങളും. എന്താണ് ബിജുവിൻ്റെ അഭിപ്രായം? അല്ല, മദ്യപാനത്തോട് ശരിക്കും പറഞ്ഞാൽ ചേച്ചി പറഞ്ഞോണം തന്നെ ഞാനും എതിരാണ്. ഞാൻ കഴിക്കാറില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ അതിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇതേമാതിരി തന്നെ, എൻ്റെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഞാൻ പലപ്പോഴും അവനോട് പറയാറുണ്ട് മദ്യപിക്കരുത്. അപ്പോൾ അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതാണ്. അവൻ ഈ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഇന്നത് മദ്യപാനം കൊണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ കൂടെ കമ്പനി അടിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വാർക്കപ്പണിക്ക് പോവുക. ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടു. അഡിക്റ്റഡ് ആയി കഴിഞ്ഞ് സാമ്പത്തികം മുഴുവൻ തീർന്നു. ഇന്ന് ഒരുപാട് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാനാണ് സാമ്പത്തികം കുറച്ച് സഹായിച്ചത്. ഞാൻ പറഞ്ഞത് രണ്ട് അഭിപ്രായങ്ങളാണ് വരുന്നത്. ഒന്ന്, നമ്മുടെ കത്തോലിക്ക സഭയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇന്ന് ഏത് ആഘോഷത്തോടനുബന്ധിച്ചും മദ്യം അതിൻ്റെ ഭാഗമായി വരികയാണ് എന്നുള്ളത്. അതിനുവേണ്ടിയാണ് ദുർവ്യയം വരുന്നത്. പണം, ഇപ്പം ചാവറപ്പിതാവ് പറയുന്നതാണ്, ഒരു നിൻ്റെ ആസ്തിക്ക് അനുസരിച്ചുള്ളത് മാത്രം ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ കടം മേടിച്ച് വരുന്ന പൈസ മിക്കവാറും പോകുന്നത് മദ്യഷാപ്പിലേക്ക് തന്നെയാണ് എന്നാണ് പറയുക, ഇല്ലേ? അങ്ങനെയാണോ? എന്ത് തോന്നുന്നു? ചേച്ചിയുടെ അഭിപ്രായം എന്താണ്?
ഓരോ വിശേഷ ദിവസവും ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് മദ്യപാനത്തിനാണ്. അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ബഡ്ജറ്റ്, ഒരു ഫാമിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ തന്നെ വലിയ ക്ഷതം വരുത്തുന്നുണ്ട് മദ്യപാനം പല കുടുംബങ്ങളിലും. അതുമാത്രമല്ല, കുടിച്ച് തീർത്ത് വിടുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന പല മൂല്യങ്ങളും നമുക്ക് നഷ്ടമാകാനും ഈ മദ്യപാനം കാരണമാകുന്നുണ്ട്. മുമ്പേ ചേട്ടൻ പറഞ്ഞ പോലെ ഈ തലേ ദിവസം സഹായിക്കാനെന്നുള്ള വ്യാജേന കുടുംബത്തിലേക്ക് കടന്നു വരുന്നവർ മദ്യപിക്കാനുള്ള സാധ്യത അന്വേഷിച്ചാണ് വരുന്നത് എന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അത്തരത്തിൽ വരുന്നവർ മദ്യപിക്കുക മാത്രമല്ല, ആ കുടുംബത്തിൽ നിലനിൽക്കുന്ന ചില സംസ്കാരങ്ങൾ കൂടി അവർ നശിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു, ഒന്നും പറയാനും മേല, ഈ കുടിച്ചു പൂസായിട്ട് വൃത്തികേടുകൾ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി വിടുകയും വേണം. ഇതൊന്നും നടക്കാത്ത രീതിയിൽ കുടുംബാംഗങ്ങളോട് വിളിച്ചു വരുത്തിയ കുടുംബാംഗങ്ങളുടെ മുമ്പിലുള്ള ഇമേജ് നഷ്ടപ്പെടുന്നു, മക്കളുടെ മുമ്പിലുള്ള ഇമേജ് നഷ്ടപ്പെടുന്നു. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, ആ ഉദ്ദേശം ഒന്നും നടക്കാതെ പോകുന്നു. ഇതൊക്കെ നമുക്കറിയാം, ഇതൊന്നും ഒരിക്കലും ആദ്യമായിട്ട് നടക്കുന്നതുമല്ല. എന്നാലും നമ്മുടെ വീട്ടിൽ, അടുത്ത ഒരാളുടെ വീട്ടിൽ ഇതേ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ തന്നെ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ശീലത്തിനെതിരെ ഒരു പ്രതിബോധം നമുക്ക് എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ? ആ രീതിയിലൊരു എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? ചേട്ടൻ എന്ത് പറയുന്നു? എൻ്റെ അറിവിലൊരു സ്ഥലത്ത് തലേദിവസം, കല്യാണത്തിൻ്റെ തലേദിവസം വെള്ളിയാഴ്ചയാണ്, അന്ന് ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വിളമ്പിയില്ല, ആർക്കും കൊടുത്തുമില്ല, ഒന്നുമില്ല. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് അങ്ങനെ ഒരു മാതൃക കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവിടെ വികാരിച്ചൻ അവരെ അഭിനന്ദിച്ചു ആ കാര്യത്തെക്കുറിച്ച്. ആദ്യമായിട്ട് ചെയ്ത പരിപാടി. അല്ല, വികാരിച്ചന്മാരെ ഇക്കാര്യത്തിൽ വളരെ നല്ല നിലപാടുകൾ എടുക്കുന്ന വികാരിച്ചന്മാരെ എനിക്കറിയാം. എനിക്ക് കേട്ടിട്ടുമുണ്ട്, അനുഭവങ്ങളും അറിയാം. എന്ന് പറഞ്ഞാൽ മദ്യം വിളമ്പില്ലാത്ത വീടുകളിൽ മാത്രമേ വികാരിച്ചന്മാർ പോയി പ്രാർത്ഥിക്കുകയുള്ളൂ. തലേദിവസം കല്യാണത്തിനും മറ്റു പരിപാടികൾക്കൊക്കെ വികാരിച്ചന്മാർ വീട്ടിൽ വരാറുണ്ട്. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ആ വീട്ടിൽ മദ്യം വിളമ്പാത്ത വീടുകളിൽ മാത്രമായിരിക്കും എന്ന് വളരെ നിഷ്ഠയോടുകൂടി പറയുന്ന വികാരിച്ചന്മാരുണ്ട്. എന്നാൽ മദ്യം വിളമ്പില്ലാത്ത, ഇപ്പോൾ എന്താണ് പേരെന്താന്ന് പറഞ്ഞേ, ബിജുവിനെ പോലെ അല്ലെങ്കിൽ മനുവിൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ? എൻ്റെ വീട്ടിൽ വിളമ്പാറില്ല, പക്ഷെ തറവാടായിരുന്ന കാലത്ത് അല്ല, സ്വന്തം കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന നമ്മുടെ കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ 2 ആദ്യ കുർബാനയാണ് ഞാൻ വെച്ചത്, അതിൽ മദ്യം ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ആഘോഷങ്ങളോടനുബന്ധിച്ച് അമിതമായ പണം ചെലവിന് കാരണമാകുന്ന മദ്യപാനം, അത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും എന്ന് പറയുന്നവരുടെ മനസ്സിലും പ്രവൃത്തിയിലും ഒഴിവായി പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണമായി എനിക്കത് ഒഴിവാക്കാൻ പറ്റും എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, അവരുടെ കാര്യത്തിൽ മാത്രമേ അത് ഇല്ലാതെയാകുന്നുള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ്റെ അനിയൻ്റെയും വീട്ടിൽ ഒരേ ദിവസം തന്നെ ആദ്യ കുർബാന നടക്കുകയാണ്. 2 പേരുടെയും മക്കൾ ഒരുമിച്ചാണ് പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരിച്ചത്. പക്ഷേ അനിയൻ്റെ വീട്ടിൽ വിരുന്നുകാരില്ല, ചേട്ടൻ്റെ വീട്ടിൽ മാത്രമേ വിരുന്നുകളുള്ളൂ. അനിയൻ്റെ വീട്ടിൽ കുറേ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. കാരണം അനിയൻ മദ്യപാനിയല്ല, മദ്യം വിളമ്പുകയില്ല. ചേട്ടൻ മദ്യം വിളമ്പുന്നു, അതുകൊണ്ട് അവിടെ ധാരാളമായിട്ട് ആൾക്കാർ, വിരുന്നുകാർ വരുന്നു. ഇവർ രണ്ടും കൂടെ പിന്നീട് ഒരിക്കൽ സംസാരിച്ച് കഴിഞ്ഞപ്പം ഒരാഘോഷം വെക്കുമ്പോൾ ആൾ വേണ്ടേ എന്നുള്ളതാണ് ചേട്ടൻ്റെ കൺസെപ്റ്റ്. പക്ഷേ അനിയൻ പറഞ്ഞു, ചേട്ടൻ അവസാനം കടം മേടിച്ച പൈസയുടെ ലോൺ അടയ്ക്കാൻ എൻ്റെ അടുത്തു നിന്നാണ് വന്ന് കടം ചോദിച്ചത്. ഇതാണ് ചാവറയച്ചൻ്റെ വചനത്തിൻ്റെ പ്രസക്തി. ഇല്ലാത്ത പണം കടം മേടിച്ച് പകിട്ട് കാണിക്കാൻ വേണ്ടി, കൂട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മദ്യം വിളമ്പുകയും അല്ലെങ്കിൽ അനാവശ്യമായ ആർഭാടങ്ങൾ കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് പോകുന്നവൻ അങ്ങ് പോകും. പിന്നെ പെട്ടുപോകുന്നത് ഇതിനു വേണ്ടി പണം മുടക്കിയ അല്ലെങ്കിൽ വായ്പ മേടിച്ച വ്യക്തികളാണ്, കുടുംബങ്ങളാണ്. അത് ആ കുടുംബത്തിൽ അവശേഷിപ്പിക്കുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്ന അടുത്ത ചിന്ത. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഇപ്പം ആചാരങ്ങളെ പറ്റിയാണ് ചാവറയച്ചൻ പറഞ്ഞത്. നമ്മുടെ സീറോ മലബാർ സിനഡ് പറഞ്ഞത് ആചാരങ്ങളെ പറ്റിയും ആഘോഷങ്ങളെ പറ്റിയുമാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമൂഹമാണ്, ഞങ്ങളുടെ ജീവിത ശൈലികളെ നിയന്ത്രിക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങളാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. അതല്ലേ പ്രഖ്യാപിക്കുന്നത്? അതിനുവേണ്ടി നടത്തുന്ന പരസ്യ പ്രകടനങ്ങളിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത്, നമ്മൾ ഒരു പ്രതികൂല പ്രവൃത്തി ചെയ്ത് പരസ്പര വിരുദ്ധമായ ഒരു വൈരുദ്ധ്യം നമ്മളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണ്.
അത് തന്നെ ഒരു ആൻറ്റി വിറ്റ്നസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു എതിർ സാക്ഷ്യം ആയി മാറുകയാണ് നമ്മുടെ പ്രവർത്തികളിൽ. അത് മാറ്റിയെടുത്തുകൊണ്ട് ലളിതമായ രീതിയിൽ നമ്മുടെ വിശ്വാസത്തിന് അനുകൂലമായ രീതിയിൽ മൂല്യങ്ങൾക്ക് ചേർന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു ചിന്തയിൽ പങ്കുവയ്ക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു റോയേസിന്, അതായത് നമ്മുടെ ഒരു കത്തോലിക്ക സംസ്കാരത്തിന് ശീലങ്ങളുടെ ഒരു വലിയ പിന്തുണയുണ്ടായിരുന്നു അല്ലേ? പണ്ട് നമ്മുടെ ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഏൽക്കുമ്പോൾ കുരിശ് വരയ്ക്കുമ്പോൾ എന്ന് തുടങ്ങി കിടക്കുമ്പോഴും കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ശൈലികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നിഷ്ഠയുണ്ടായിരുന്നു. ആ നിഷ്ഠ കുറഞ്ഞു വരുന്നതിന് കാരണം, നിഷ്ഠ എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തിന് പറ്റുന്ന രീതിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിഷ്ഠ നമുക്ക് പാലിക്കുവാൻ പറ്റാതെ വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ വിശകലനം ചെയ്യാൻ പറ്റിയേക്കും. ഇപ്പോൾ നമ്മളുടെ പള്ളി പെരുന്നാളുകൾ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ഒരു സംസ്കാരം ഇപ്പോൾ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മദ്യത്തിൽ അവസാനിക്കുകയും നമുക്ക് അസമാധാനം മാത്രം വിളമ്പുകയും ചെയ്യുന്നു. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഇത് എന്തിനു വേണ്ടി ചെയ്തു? അപ്പോൾ എന്തിനാണ് ഞാൻ ഈ മദ്യം വിളമ്പിക്കൊടുത്ത് ചീത്ത കേട്ടത്? അവസാനം മദ്യം കഴിക്കാൻ വന്നോ ഗൃഹനാഥനെ ചീത്ത പറഞ്ഞ് കഴുത്തിന് പിടിച്ചിട്ട് പോയ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ അസംബന്ധം നാടകം നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം വളരെ വളരെ കാലിക പ്രസക്തമാണ്. കാരണം കത്തോലിക്ക സഭ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ശീലങ്ങളിലേക്ക് തിരിഞ്ഞു പോകേണ്ട ഒരു കാലമാണെന്ന്. സമൂഹത്തെയും വ്യക്തികളെയും തിരിച്ചു വിളിക്കുകയാണ് സഭ. ശീലങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്, നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ആർക്കാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് എന്ന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ. പകരം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ കുടുംബത്തിൽ എന്ത് ചെയ്യാൻ കഴിയും, അതുമാത്രം ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. മറ്റൊരാളെ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു പടപ്പുറപ്പാട് നമ്മളെ ഒരിടത്തും എത്തിക്കില്ല. പകരം എൻ്റെ കുടുംബത്തിൽ എന്നോട് ബന്ധപ്പെട്ട എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. നമ്മൾ ചോദിച്ചതുപോലെ ഓരോ ആചാരങ്ങൾ നടത്തുമ്പോഴും ഭക്താനുഷ്ഠാനങ്ങൾ നടത്തുമ്പോഴും അതിൻ്റെ ശേഷം എന്താണ്, അത് അവശേഷിപ്പിക്കുന്ന ഒരു മൂല്യം എന്താണ്? പ്രോബീസം പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് വന്നു, ഒരു മാമോദീസായ്ക്ക് വന്നു, അല്ലെങ്കിൽ ആദ്യ കുർബാനയ്ക്ക് വന്നു. ആദ്യ കുർബാന എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ ഒരു കൗദാശിക അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരു പുതിയ അംഗം കടന്നു വരുന്ന സമയമാണ്. കുടുംബാംഗങ്ങൾ മുഴുവൻ ഏറ്റവും പരിശുദ്ധരായിട്ട് വേണം ഈശോയെ സ്വീകരിക്കാൻ എന്ന് സഭ പഠിപ്പിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞുമക്കളെ എങ്ങനെ കുമ്പസാരിപ്പിക്കണം, പാപബോധം എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് സിസ്റ്റേഴ്സും മതാധ്യാപകരുമൊക്കെ ഒരുക്കി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഈശോയെ എഴുന്നള്ളിച്ച് ഒരു വീട്ടിലോട്ട് കൊണ്ടുചെല്ലുകയാണ്. അവിടെ ഈ മദ്യത്തിൻ്റെ ദുർഗന്ധവും മയക്കുമരുന്നിൻ്റെ ഈ ദുർഗന്ധവും ദുശീലങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ അജീർണതയും എല്ലാം ബാധിച്ച ഒരു അനുഭവത്തിലേക്ക് ഈശോയ്ക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിൽ കൂടുതലൊരു അപമാനം ദൈവത്തിനില്ല. എന്ത് പറയുന്നു സുഹൃത്തേ? ഇതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ഞാൻ കേട്ടുള്ള അറിവാണ്, പണ്ടുള്ള കാർന്നോന്മാരൊക്കെ പറഞ്ഞു കേട്ട അനുസരിച്ച് ഒരു എവിടെന്നെങ്കിലും വരുന്ന ഒരു അച്ഛനോ അമ്മയോ ആദ്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക ഒരു പള്ളിയാണ്. പള്ളി കഴിഞ്ഞിട്ടേ വീടിനെക്കുറിച്ച് അവർ ആലോചിക്കാറുള്ളൂ. കാരണന്മാർ പറഞ്ഞ് കേട്ടുള്ള അറിവാണ്. പക്ഷേ ഇന്നത്തെ ജനത എന്ന് പറയുന്നത് എവിടെ പോയാലും ആദ്യം കാണിക്കുന്നത് ആർഭാട വീടുകളാണ്. ഇപ്പോൾ ഈ പള്ളീൻ്റെ നമ്മളിവിടെ സംസാരിച്ചു, പള്ളീൻ്റെ പെരുന്നാളിനെ സംബന്ധിച്ചാണെങ്കിലും ആഘോഷങ്ങളെ പറ്റിയും ഈ സാമ്പത്തികം വരുന്നത് ഓരോ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് വരുന്ന സാമ്പത്തികത്തിന് ഇതുപോലുള്ള പല എന്താ പറയുക, മദ്യപാനത്തിനായാലും മറ്റുള്ള കാര്യത്തിനാണെങ്കിൽ വീടുണ്ടാക്കുന്നതിനാണ് മറ്റുള്ള ഒരുപാട് തോന്നിവാസികൾക്ക് ചിലവാക്കുന്ന ഒരു സാമ്പത്തികം അത് തെറ്റാണെന്ന്, അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഇപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറയുന്നു അത് തെറ്റാണെന്ന് അച്ഛൻ പറയുന്നു. അച്ഛൻ അത് അറിവുള്ളതുകൊണ്ട്, ഞാനത് ചെയ്യുന്നത് എനിക്ക് അറിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതുപോലെ അറിവില്ലാത്തവർക്ക് നമുക്ക് നമ്മുടെ സഭയുടെ ഇത് വെച്ചിട്ട് നമുക്കൊരു ബോധവൽക്കരണം, കാരണം ഇവിടെ ഒരു 10-16 ആൾക്കാർ മാത്രം പങ്കെടുത്തുകൊണ്ട് അവർക്ക് മാത്രം ബോധവൽക്കരിക്കുകയല്ല, മറിച്ച് എല്ലാ രൂപതകളിലും അതുപോലുള്ള എല്ലാ ജനങ്ങളിലേക്കും നമുക്കൊരു ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ഒരു പക്ഷേ തിരിച്ചു വരാൻ ഒരുപാട് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആഹാരങ്ങളൊക്കെ ബാലൻസ് വരുമ്പോഴാണ് ഈ ഓർഫനേജിലും അവിടെ ഇവിടെ കൊണ്ട് കൊടുക്കുക. ഒരു 100 പേരെ വിളിക്കുകയാണെങ്കിൽ ഒരു 10 പേർക്കുള്ള ഭക്ഷണം നമ്മൾ കല്യാണം സദ്യ വിളമ്പുന്നതിന് മുന്നേ ഓർഫനേജിൽ കൊണ്ട് സപ്ലൈ ചെയ്യുക.
അല്ലാണ്ട് ബാലൻസ് വന്നിട്ട് കൊണ്ട് സപ്ലൈ ചെയ്യാത്ത രീതിയിൽ. ക്രിസ്തു പറഞ്ഞ ആ ജീവിത രീതിക്ക് വ്യത്യസ്തമായി തെറ്റായ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. അഭിഷേകത്തിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശിരസിലേക്ക് ഇറങ്ങി വരുമ്പം കടം മേടിച്ച പൈസ എങ്ങനെ കൊടുക്കും എൻ്റെ കർത്താവെന്ന് നിങ്ങളുടെ അപ്പൻ്റെ ചങ്കിൽ തീ കത്തുന്നുണ്ടെങ്കിൽ വരുന്ന പരിശുദ്ധാത്മാവ് അതിനേക്കാൾ വേഗത്തിൽ മുകളിലേക്ക് പോകും. വീട്ടിലും അതുപോലെ എന്തെങ്കിലും പരിപാടികളൊക്കെ വെക്കുമ്പോൾ ആണെങ്കിൽ തന്നെ മദ്യം വിളമ്പിയാൽ ഞാൻ വരികയില്ല എന്ന് എൻ്റെ ഭർത്താവ് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. മദ്യപിക്കാത്തവരെ പറ്റി മദ്യപിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അങ്ങേറ്റം മതിപ്പാണ്. കാരണം അവനത് ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അവൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടല്ലോ.